ആ 48 ബന്ദികളും ഇനി ഗാസയുടെ ബങ്കറിൽ നിന്ന് പുറത്തേക്ക് വരില്ല. ബന്ദികളെ പൂർണ്ണമായും ഹമാസിന്റെ ഭീകരന്മാർ കൊന്നൊടുക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബന്ദിമോചനം സാധ്യമല്ലെങ്കിൽ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലിട്ട് ഹമാസിന്റെ നേതാക്കന്മാരെ തീർക്കാൻ മൊസാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. കെയ്റോ വളഞ്ഞിരിക്കുന്നു. മൊസാദിന്റെ ഏജന്റുമാർ ഖലീൽ അൽ ഹൈ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാരെ കെയ്റോയിലിട്ട് തീർക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വമ്പൻ നിർദ്ദേശം മൊസാദിന് ലഭിച്ചിരിക്കുന്നു. ഇനി ഒരു ഹമാസിന്റെ ഭീകര നേതാവും ഈജിപ്റ്റ് വിട്ട് പുറത്തേക്ക് പോകരുത്. ഈജിപ്തിന്റെ കെയ്റോയിലിട്ട് ഹമാസിന്റെ നേതൃത്വത്തെ തീർക്കണം. ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസിലേക്ക് ഉടനടി ആക്രമണം ഉണ്ടാകും. തുർക്കിയിലും ജോർദാനിലും ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ നിഷ്കരുണം വധിക്കാൻ, തലച്ചോർ ചിതറിക്കാനുള്ള വമ്പൻ നിർദ്ദേശമാണ് ഇപ്പോൾ നെതന്യാഹു നൽകിയിരിക്കുന്നത്. ഇനി ഹമാസിന്റെ നേതാക്കന്മാർ ഒരിക്കലും പുറം ലോകം കാണരുത്. ഗാസയിൽ വീണ ഇസ്രായേലി പൗരന്മാരുടെ ചോരയ്ക്ക് ചോര കൊണ്ട് മറുപടി പറയാൻ ഇസ്രായേലിന്റെ നീക്കം, ഹമാസിന്റെ നേതൃത്വത്തെ തീർക്കാൻ മൊസാദിന്റെ സീക്രട്ട് മിഷൻ.